നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ആഗ്രഹിച്ചത് എന്താണോ അത് സത്യത്തിൽ പന്തളത്ത് കഴിഞ്ഞ ദിവസം നടന്നു. ഇതായിരുന്നു പിണറായി ആഗ്രഹിച്ചിരുന്നത്, അതായത് ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നമ്മൾ പന്തളത്ത് കണ്ടത് ഒരു അയ്യപ്പനെ നമ്മൾ നേരിട്ട് കണ്ടതുപോലെയായിരുന്നു അവിടെയുള്ള എല്ലാ ജനങ്ങളും. അയ്യപ്പ വിളികളും ശരണം വിളികളും കൊണ്ട് മുഖരിതമായിരുന്നു ആ വേദി എന്ന് പറയുന്നു. ജനപങ്കാളിത്തം കൊണ്ട് നിറയുകയായിരുന്നു അവിടെ. മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്ന് ചില പ്രതിനിധികൾ, പന്തളം രാജകുടുംബത്തിൽ നിന്ന് ചില പ്രതിനിധികൾ, NSS വിട്ടുനിന്നെങ്കിലും അവരുടെ ചില പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ എതിർപ്പല്ല, പകരം ഒരു അയ്യപ്പ സംഗമമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇത് വിജയിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ശ്രീജ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ തലേന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാം. അദ്ദേഹം 3500-ലധികം പേർ വരുന്നു, ആ വലിയ ജനമധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു, ഹിന്ദു വോട്ടുകളുടെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്ന പിണറായി വിജയനും കൂട്ടർക്കും 100 നില 8 നിലയെന്നൊക്കെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ 10 മടങ്ങ് നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞു എന്ന് പറയാം. അതിന് ബദലായിട്ട് തന്നെ ഇപ്പോൾ പല സംഗതികളും പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. പല കാര്യങ്ങളും പന്തളത്ത് ഒഴിഞ്ഞ കസേരകൾ എന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രചരണം നടത്തുന്നത് ഒറ്റ ചാനൽ മാത്രമാണ്. ഒറ്റ പ്രചരണം. പക്ഷെ ഇന്നലെ ജനൻ TV ഒക്കെ ലൈവ് പറയാണ്, ഇത് എ അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കാരണം ഒഴിഞ്ഞ കസേരകൾ എന്നും പറഞ്ഞുകൊണ്ട് നാളെ വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ പന്തളത്ത് കണ്ടത് ശരിക്കും ഹിന്ദു മതവിശ്വാസികളുടെ ഒരു ഐക്യം. നമ്മളത് 2018 കണ്ടതാണ്. അയ്യപ്പന് വേണ്ടി നിലകൊണ്ട വിശ്വാസികൾ, അയ്യപ്പനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം 2018 കണ്ടതാണ്. അതിനെ ഒന്നുകൂടി വിലയിരുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ പന്തളത്ത് നടന്നത്. സെമിനാറിൽ 1000 പേരാണെങ്കിലും അതിലധികം ടാഗ് കൊടുക്കുന്ന അവിടെ ജനമാണെന്ന് ലൈവ് പോയപ്പോൾ പോലും പറഞ്ഞു. 1500 പേരിപ്പോൾ കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും 1000 ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ അതിനപ്പുറമായി സെമിനാറിൽ പോലും. പക്ഷേ 3 മണിക്ക് ശേഷം കണ്ടത് ഒരു ജനപ്രവാഹമായിരുന്നു. 10,000-ലധികം അകത്തുള്ള ആൾക്കാരെ കാണൂ എന്ന് രാവിലെ മുതൽ പറയും. ഏതായാലും ഇവിടെ 3500 എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ചിലപ്പോൾ ഒരു 5000 പേര് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് 3 മണിക്ക് ശേഷം പറയുന്നത് ഒരു 10,000-ലധികം അകത്തുള്ള ആൾക്കാർ കാണും എന്നുള്ളത്. പക്ഷെ പിന്നെ നമ്മൾ കണ്ടത് ഒരു ജനസാഗരമാണ്. കാരണം ആ ഒരു അങ്കണത്തിൽ ഒന്ന് ചെന്ന് കയറി പറ്റാൻ പോലും പറ്റാതെ ട്രാഫിക് ബ്ലോക്കുകളും ഒക്കെ പന്തളം മൊത്തം അങ്ങ് ഒരു വലിയ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഇതാണ് യഥാർത്ഥ ഭക്ത സംഗമം എന്ന് പറയുന്നത്. ഇതാണ് വേണ്ടുന്നത്. ശരിക്കും ഒരു ശബരിമലയിലെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളൊരു മുഖരിതമായിട്ടുള്ള ഒരു മന്ത്രത്തോടു കൂടി അവിടെ ഒരു വല്ലാത്തൊരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് അയ്യപ്പന് വേണ്ടി ചെയ്തു കൊടുക്കുക. അവിടെ പങ്കെടുത്ത പലരും ഇട്ടുന്ന ഒരു കമന്റ് ആയിരുന്നു, പണ്ട് കുട്ടിക്കാലത്തൊക്കെ തന്നെ നമ്മളൊരു ശബരിമല കെട്ട് നിറയ്ക്കൽ ഇപ്പോഴാണ് ക്ഷേത്രങ്ങളിൽ വെച്ച്, പണ്ടൊക്കെ വീടുകളിലായിരുന്നല്ലോ, ഒരു ഗുരുസി വരുന്നു, കെട്ട് നിറയ്ക്കുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ശരണം വിളികളും മന്ത്രങ്ങളും അതുപോലെ തന്നെ ഈ കെട്ട് നിറയ്ക്കുമ്പോൾ ആ നെയ്ത്തേങ്ങയുടെ മണവും ഒക്കെ ആയിട്ടുള്ള അതേ ഒരു അനുഭൂതിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഭക്തരുടെ ഒരു സംഗമം തന്നെയായിരുന്നു എന്ന് തീർച്ചയായിട്ടും. കാരണം പന്തളത്തുള്ള കുറച്ച് ആളുകൾ ഇതായിരുന്നു പ്രതീക്ഷ. പിന്നെ ഇവർ വിളിച്ചിരുന്ന കുറച്ച് പ്രതിനിധികൾ ഇത് മാത്രമായിരുന്നു. പക്ഷെ പന്തളത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നും മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് നിരവധി പേർ അതിൽ പറയുന്നവരുണ്ട്. 150 പേർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, വേറെ ഗ്രൂപ്പ് വേറെ ബസ്സിൽ വരുന്നുണ്ട്. അപ്പം നിരവധി ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കും. ഇത് എനിക്ക് തോന്നി എങ്ങനെ ഇത്രത്തോളം അങ്ങ് ഹിറ്റ്, കാരണം കുറച്ച് ദിവസത്തിനുള്ളിൽ നടത്തിയ ഒരു തട്ടിക്കൂട്ട് സംഗമം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി വിപുലമായിട്ട് നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ദശലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് വലിയൊരു സംഘം, ഒരുപക്ഷെ ഇത് മിക്കവാറും അടുത്ത വർഷങ്ങളിൽ ഇത് തുടരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അവർ പോലും ഒരുപക്ഷെ സംഘാടകർ പോലും ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടില്ല. അതിനിടയിലാണ് ചില ചാനലുകൾ പറയുന്നത് ഈ സെമിനാറുകളിലും സംഗമത്തിലൊന്നും ആളില്ലാണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയെന്ന്. ഇത് കണ്ടൂടെ? ഇന്നലെ വന്ന ജനങ്ങൾ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന അണ്ണാമല ഉൾപ്പെടെയുള്ളവർ, ഇതാണ് ഒരു ഭക്തസംഗമം. അതിനെ ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ട് വൽക്കരിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വേദിയിലിരിക്കാതെ താഴെയാണ് ഇരുന്നത്.
ഇരുന്നത്. അത് വേദിയുടെ ആദ്യത്തെ വരിയിൽ തന്നെ ഇരുന്നു, പക്ഷെ സ്റ്റേജിൽ കയറിയില്ല എന്നുള്ളത്. അതും ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ചില ചാനലുകൾ എടുക്കുന്നു. കാരണം ഇതൊരു രാഷ്ട്രീയ സംഗമമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും അല്ലെങ്കിൽ VN വാസവനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സംഗമം അല്ല. മാത്രമല്ല വിശദീകരണം നൽകിയത് പാർട്ടി സെക്രട്ടറി കൂടിയാണ്. അതെ അതെ. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സ്റ്റേജിൽ ഇരുത്തിയില്ല എന്ന് BJP-യിൽ നിന്നും ഒരു ചെറിയ ചോദ്യങ്ങൾ വരുന്നു. അണ്ണാമല ഇരുത്തി. അണ്ണാമല ഒരു ഗസ്റ്റായിട്ടാണ് വന്നത്, ഒരു അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് അണ്ണാമലയും അശ്വിനി കുമാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഗസ്റ്റായിട്ട്. അപ്പം ഗസ്റ്റിനെ സ്റ്റേജിൽ ഇരുത്താതെ വേദിയിൽ ഇരുത്താൻ പറ്റില്ലല്ലോ. മാത്രമല്ല നമ്മൾ അറിഞ്ഞത് ശരിക്കും ഈ ഒരു സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ നമ്മുടെ അമിത്ഷായെയാണ് വിളിച്ചിരുന്നത്. പക്ഷേ അതൊരു അമിത്ഷായിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അമിത്ഷാ മാത്രം ഒരു സ്റ്റാറായി മാറുകയും രാഷ്ട്രീയ പാർട്ടിയായി അല്ലെങ്കിൽ പരിപാടിയായി ഇത് മാറുകയും ചെയ്യും എന്നൊരു ഭയമാണ്. അവരുടെ ഭക്തർക്കായിരുന്നു പ്രാധാന്യം. അത് ഭക്തർക്ക് പ്രാധാന്യം കൊടുക്കണം എന്നതുകൊണ്ട് മാത്രമാണ് അമിത്ഷായെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ അമിത്ഷാ വേണ്ട എന്ന് തൽക്കാലം വിചാരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പിണറായി വിജയൻ ഗീതയുടെ ഭഗവത്ഗീതയുടെ ഒരു ചെറിയ അംശം ഏടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കടിച്ചാൽ പൊട്ടാത്ത ഗീതയുടെ ആ ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഭക്തന്റെ ലക്ഷണങ്ങൾ. അത് ഇന്നലെ കൃത്യമായിട്ട് ആ സ്റ്റേജിൽ 1-2 പേര് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്താണ് ഭക്ത ലക്ഷണങ്ങൾ എന്നുള്ളത്. അതിനെ വരെ വലിയ രീതിയിൽ തെറ്റായിട്ട് ചില മാധ്യമങ്ങൾ ധരിച്ചിട്ടുണ്ട്. കാരണം ഒരു ശ്ലോകത്തിന്റെ ഏടുകൾ കാമം എന്ന് പറയുന്ന ചെറിയൊരു ഏട് മാത്രം എടുത്തുകൊണ്ട് പിണറായി വിജയനെ അത്തരത്തിൽ ഇത് ചെയ്തു എന്നുള്ള രീതി. പക്ഷെ ആ ശ്ലോകത്തിന് മുഴുവൻ ഏടുകളും ഭക്തന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് തിരുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ കൂടി സ്റ്റേജിൽ നടന്നു എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു ഭക്ത ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ക്രോഡീകരിച്ചാണ്. അതാണ് ഇന്നലെ പന്തളത്ത് നടന്നത്. യഥാർത്ഥ ഭക്തരെയാണ് അവിടെ കണ്ടത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളിയോടുകൂടി, അല്ലാതെ ഇങ്ങനെ മുദ്രാവാക്യം സ്വാമിയെ ശരണമയ്യപ്പ നമ്മൾ കണ്ടതാണ് അവസാനം. മറ്റേ ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന മുഷ്ടി ചുരുട്ടിയുള്ള വിളിയല്ല സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ 2 കൈകളും കൂപ്പിയുള്ള ആ ഒരു വിളികളും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു മുഖരിതമായിട്ടുള്ള ഇതാണ് വേണ്ടുന്നത് യഥാർത്ഥ അയ്യപ്പ സംഗമം. അവിടെ ഒരു സെമിനാർ നടത്തണം, അവിടെ ഭക്തരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. എന്താണ് ശബരിമലയിൽ ഇനി വികസനം ചെയ്യേണ്ടുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, ഇതാണ് യഥാർത്ഥ ആഗോള സംഗമം എന്നുള്ള. അല്ലാതെ CPM പാർട്ടിയിലെ കുറേ സഖാക്കന്മാരും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പാർട്ടിയിലെ കുറേ നിരീശ്വരവാദികളെ ആഗോള തലത്തിലുള്ള കുറേ ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ട് കുറേ സ്പോൺസർഷിപ്പൊക്കെ ചെയ്തുകൊണ്ട് ഇതൊരു ടൂറിസം പദ്ധതിയായിട്ടൊക്കെ വിപുലീകരിക്കാനൊക്കെ ശ്രമം നടത്തുന്നത് വെറുതെയാണ്. ഒന്ന് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ഒരു അട്ടിമറി സാധ്യതയാണ്. അത് ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ ഭക്തജനങ്ങൾ ഉള്ള ഇടത്തോളം കാലം CPM-ന്റെ ഒരു കാര്യവും ശബരിമലയിൽ നടക്കാൻ പോകുന്നില്ല. വികസനം ആവശ്യമാണ്, പക്ഷേ ഒരു കാനനവാസനായ അയ്യപ്പൻ ഇരിക്കുന്ന ആ ഒരു കാട്ടുപ്രദേശത്തിൽ അതിൻ്റെതായ ബ്യൂട്ടി നിലനിർത്തണം. അവിടെ ഒരു ടൂറിസം അല്ല വേണ്ടുന്നത്. അവിടെ ജനങ്ങൾ പോകുന്നത് ഭക്തി നിർഭരമായിട്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുവായൂർ അതിൻ്റെതായ രീതിയിൽ നിന്നുകൊണ്ടല്ലേ വികസനങ്ങൾ നടത്തുന്നത്. അത് പക്ഷേ ഈ പറഞ്ഞോണം ഒരു കാട്ടുപ്രദേശമല്ല. മൂകാംബിക അതിൻ്റെ ആ ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ട് അവിടെ ഒന്നും കൈതൊടാൻ സമ്മതിക്കില്ലേ. ഇത് പിണറായി വിജയനും ആ സഖാക്കന്മാർക്കും കുറച്ച് ആഗ്രഹമുണ്ട് ആ ശബരിമല മൊത്തത്തിൽ മുച്ചുവിടുങ്ങരുത്. നടക്കുന്ന കാര്യമല്ല. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങളിൽ തീരുമാനിക്കും. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ആ നിവേദനത്തിൽ പല കാര്യങ്ങളും ഭക്തജനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ആ സെമിനാറിന് ശേഷം കൊടുത്തതാണ്. അത് തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്രമോദിയുടെ കൈകളിലെത്തും. ഒരു പക്ഷേ അത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പല രീതി നിയമപരമായിട്ട്. കാരണം ഇതിപ്പം ഈ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതിക്ക്, അതായത് ശബരിമല ശ്രീ അയ്യപ്പ സംരക്ഷണ സമിതിക്ക് ഇതൊരു അവർക്കൊരു ശരിക്കും ഊർജ്ജമാണ് ഇന്നലെ നൽകിയത്. പന്തളം കൊട്ടാരത്തിന് ഉൾപ്പെടെ ഒരു ശരിക്കും ഒരു ഊർജ്ജമാണ് നൽകിയത്. കാരണം ഇത്രത്തോളം വിശ്വാസികൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഊർജ്ജം. അല്ലാതെ 1000 പേര് പോലും തികയാത്ത 500 പേരെ ഒപ്പിക്കാൻ പെട്ട ദേവസ്വം ബോർഡും പിണറായി വിജയന്റെയും ഭക്തർ ചേർന്ന ഒരു ഇത് നടക്കാൻ പോകുന്നില്ല. ഇത്രത്തോളം ഭക്തരൊന്ന് കൈ. മാത്രമല്ല ഊരാളുങ്കലിന്റെ ഇപ്പോഴത്തെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നോ ഒരു 4000 അല്ലെങ്കിൽ 4000 കോടി എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ 4 കോടി എത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ ശബരിമലയിലെ പമ്പാ തീരത്ത് നടത്തിയ ഈ സെമിനാർ ഹാള്, ഈ വിപുലമായി 3000-ലധികം ആളുകൾ ഇരിക്കേണ്ടി വന്ന, ശൂന്യ കസേരകൾ ഇരിക്കേണ്ടി വന്ന ആ വേദി തയ്യാറാക്കാൻ, AC ഹാള് തയ്യാറാക്കാൻ എടുത്ത 4 കോടി രൂപ ഇപ്പോൾ ഊരാളുങ്കലിന്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ആർക്കാണ് ഇത്? ഊരാളുങ്കലിനാണല്ലോ ലാഭം. ഈ ഊരാളുങ്കൽ ശരിക്കും എനിക്കൊന്ന് ഇതൊരു വല്ലാത്തൊരു പുകമറയാണ് ഊരാളുങ്കൽ. ഊരാളുങ്കലിന്റെ അത് ഭയങ്കര, അത് നമുക്ക് മറ്റൊരു ചർച്ചയെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഊരാളുങ്കലും CPM-ഉം ഒരു പുതിയ കഥയൊക്കെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഊരാളുങ്കൽ രക്ഷപ്പെട്ടു. CPM-ഇനെയും
അയ്യപ്പനെയും കൊണ്ട് രക്ഷപ്പെട്ട്, ഊരാളുങ്കലിനെയും കൊണ്ട് CPM രക്ഷപ്പെട്ടു. അത് അവിടെ നിൽക്കട്ടെ. 7 കോടി ചെലവഴിച്ച് അവർ നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിലെ എന്തോരം നഷ്ടമാണ് ഉണ്ടായത്. ടാഗ് വരെ കൊട്ടക്കണക്കിന് എടുത്ത് ഈ മറ്റേ ഹരിതകർമ്മസേന കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഫുഡ് എന്തോരം വേസ്റ്റ് ആണ് ഉണ്ടായത്. പക്ഷേ വെറും 10 ലക്ഷത്തിനകത്ത് രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പന്തലിന് മാത്രം, പലരും പന്തലിന് പുറത്താണ് നിന്നത്. ആ ചൂടും കൊണ്ട് ഒരുപക്ഷെ ഫാൻ പോലും കാണണമെന്നില്ല. അതിൽ നിർമ്മിച്ച ഇന്നലത്തെ സെമിനാറും അല്ലെങ്കിൽ ഇന്നലത്തെ ഭക്ത സംഗമവുമാണ് ഒരുപക്ഷെ കണ്ടുപിടിക്കേണ്ടത്. ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും കുറയ്ക്കാം. ഇപ്പം ഒരു സെമിനാറിന് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ചില കാര്യങ്ങൾക്ക് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റഡ് കാര്യമുണ്ടല്ലോ. ഇത് സ്പോൺസർഷിപ്പിൽ എത്രയോ കോടി രൂപ ഇങ്ങോട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ദേവസ്വം ബോർഡിനെ എടുത്തിട്ട് അടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി മലബാർ ദേവസ്വം ബോർഡൊക്കെ വന്നപ്പോൾ പറയാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന്. അപ്പൊ ആ രീതിയിലാക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പൊ അവിടെ എന്താണ് ഊരാളുങ്കലിന് ചെലവായത്? സ്റ്റേജ് കെട്ടാനോ? സ്റ്റേജ് കെട്ടിയാൽ എത്ര പേര് ഇരുന്നു, എത്ര കസേരകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ദൂരത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഏതായാലും CPM താലക്കിട്ട് അടിക്കുന്നത് പോലെ ഹിന്ദു വിശ്വാസികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്ത് ഭരണം എങ്ങനെ നടത്തിയാലും, എത്ര SNDP എത്ര NSS ചേർന്നാലും ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ നിങ്ങൾ ചെയ്ത ഒരു അമ്പ് അത് ഇന്നും ഞങ്ങളുടെ നെഞ്ചിൽ തറച്ചിരിപ്പുണ്ട്. അതിന് ഞങ്ങൾ മറുപടി ഇത്തരത്തിൽ ഞങ്ങൾ നൽകും, ഇനി അടുത്ത വോട്ടിലൂടെ നൽകും എന്നുള്ളൊരു വിശ്വാസികളുടെ, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വെറുപ്പിന്റെ മറ്റൊരു ദൃശ്യമാണ് ഇന്നലെ നമ്മൾ പന്തളത്ത് കണ്ടത്. കാരണം വെറുപ്പിന്റെ മറ്റൊരു ദൃശ്യം. ഇനി മറ്റൊരു സംഭവം, NSSഉം SNDPയും ഇതിന് പങ്കെടുത്തില്ല. NSSന്റെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അത് വെള്ളാപ്പള്ളിയും NSSന്റെ പ്രധാനപ്പെട്ട നേതൃത്വ നിരയിലുള്ളവർ ചിലപ്പോൾ CPMന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൂടും താങ്ങി നടക്കുമായിരിക്കും. പക്ഷേ NSSന് മറ്റുള്ള പന്തളത്തുള്ള നിരവധി പ്രതിനിധികൾ ഇന്നലത്തെ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മെനിങ്ങാന്ന് ശ്രീജ ഞാൻ പറഞ്ഞതുപോലെ പണ്ട് ഇടയലേഖനങ്ങൾ വായിച്ച് ഇന്ന ആക്ക് വോട്ട് കുത്തെന്ന് പറയും. വെള്ളാപ്പള്ളി പറയും നിങ്ങൾ ഇന്ന ആക്ക് വോട്ട് കുത്തെന്ന് പറയും. അതൊക്കെ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്നു. ഇന്ന് പ്രബുദ്ധ കേരളമാണ്, സാക്ഷരത കേരളമാണ്. ഓരോ ജെൻസി പിള്ളേർക്കും ഓരോ യുവതലമുറയ്ക്കും ഇനി പ്രായമായവർക്കും അറിയാം ആർക്ക് എങ്ങനെ കുത്തണമെന്ന്. ഇടയലേഖനം വായിക്കുമ്പോൾ അച്ഛൻ പറയും, വെള്ളാപ്പള്ളി പറയും, കേൾക്കും ആൾക്കാർ. പക്ഷെ കുത്തുന്നത് അവരുടെ മനോനില അനുസരിച്ചാണ്. അത് ഇന്നലെ നമ്മൾ കണ്ടു. നമ്മൾ കണ്ടതാണ് ഈഴവ സമുദായത്തിൽപ്പെട്ടത്, നായർ സമുദായത്തിൽപ്പെട്ടത്, ഒരു പക്ഷേ എല്ലാ സമുദായങ്ങൾ, എല്ലാ ജാതിയിലും പെട്ട ചിലപ്പോൾ ജാതി മത വിശ്വാസികളടക്കമുള്ളവർ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു കേരളത്തിന്റെ ഒരു വികാരമാണ്. അതിൽ പന്തളത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പോകുന്നത് എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ ശബരിമലയിൽ ഒരു പക്ഷേ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ വ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാളും കാര്യമായിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ശബരിമലയിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാബരപള്ളിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ പിന്നെ ഒരു സ്വാമി ബാബരെ പറ്റി ഒരു വർഗീയ വേഷത്വം, അത് ഓരോരുത്തർ ഇപ്പൊ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സംഗമം മൊത്തം വർഗീയ വിഷം തുപ്പുന്നതാണ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം ബാബറിനെ പറ്റി അത്തരത്തിൽ പറഞ്ഞു എന്ന് വെച്ച് മറ്റുള്ളവർ അത് വിശ്വസിക്കണമെന്നാണ്. ഇപ്പൊ പിണറായി വിജയൻ ഒരിക്കൽ പറയുന്നു സ്ത്രീ പ്രവേശനം അനുവദിക്കും, അല്ലെങ്കിൽ അയ്യപ്പൻ അങ്ങനെയാണ്, അയ്യപ്പൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞവര് തിരുത്തി പറയുമ്പോൾ ഹിന്ദു വിശ്വാസികൾ അത് വിശ്വസിക്കണമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്ന ഫോട്ടോ എടുത്തു വെച്ച് എന്നും ദിനം പൂജിക്കുന്ന സ്ത്രീകൾ, അമ്മമാര്, കുഞ്ഞുമക്കള്, എല്ലാവരും യുവതലമുറകള് ഒക്കെ അവരുടെ ഓരോ വീട്ടിലുമുണ്ട് അയ്യപ്പൻ എന്നുള്ള അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ വൃശ്ചിക മാസം വരുമ്പോൾ ഒരു പക്ഷേ എന്താ പറയുന്ന വ്രതത്തോടു കൂടി ഓരോ വീടുകളിൽ ഓരോ ദിവസം അയ്യപ്പ മന്ത്രങ്ങളാൽ ഉരുവിട്ടുകൊണ്ട് സന്ധ്യാനേരങ്ങളിൽ അത്തരത്തിൽ ചെയ്യുന്ന വീടുകളിലെ ഓരോ മനുഷ്യരുടെ നെഞ്ചിലേക്കാണ് പിണറായി വിജയനും സഖാക്കളും അന്ന് കുത്തിക്കേറിയത്. ഇന്ന് കാണിച്ച കോപ്രായങ്ങൾ ഇന്ന് ഹിന്ദുമത വിശ്വാസികൾക്ക് ചിരിയാണ് വന്ന്. ഒരു പക്ഷേ ഇന്നലെ ആരെയും അത്രത്തോളം ക്ഷണിച്ചിട്ടില്ല, അധികം ആൾക്കാരെ അറിയിച്ചിട്ടില്ല. പക്ഷെ ഇത് എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് ഹിന്ദു സംഘടനകളിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൂടെ ഇങ്ങനെ അന്വേഷിച്ചും പറഞ്ഞും അവിടെ ഇങ്ങനെ അയ്യപ്പന്റെ ഒരു സംഗമം നടക്കുന്നു എന്ന് പറഞ്ഞു വൃശ്ചിക മാസം വരുന്നതിന് മുമ്പ് അവർ എന്തോ ഒരു വലിയ ഭക്തി സംഗമം നടക്കുന്നു എന്നുള്ള രീതിയിൽ നിരവധി അമ്മമാരൊക്കെയാണ് വന്നത്. വലിയ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ആറ്റുകാലൊക്കെ പോകുന്നത് പോലെ കണ്ടും കേട്ടും അറിഞ്ഞു വന്നവരാണ് പുറത്ത് നിൽക്കേണ്ട അവസ്ഥയുണ്ടായത്. അപ്പൊ ഇത് ഒരു വികാരമാണ്, അതിന് ഒരിക്കലും തടസ്സം. ഒരു പക്ഷെ ഇത് മുമ്പേയൊക്കെ കുറച്ചുകൂടെ
കുറച്ചുകൂടെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പന്തളം മുഴുവനും നിറഞ്ഞേനെ. അത് കണ്ടിരുന്നെങ്കിൽ പിണറായി വിജയനെ അറ്റാക്ക് വന്ന് ചത്തുപോയേനെ. ഇന്നലെ അറ്റാക്ക് വന്ന ആളുടെ ഒരു അനക്കമല്ല, ഇന്നിനിപ്പോ കേൾക്ക എന്തൊക്കെയാണെന്ന് പറയുന്നതെന്നോട്. അപ്പൊ ഇനിയിപ്പോ പറയുന്ന ഒരു സ്വാമി വാവരെ പറ്റി പറയുക, അത് അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ പറയണമെന്നുണ്ടോ? വാവര് സ്വാമിയും അയ്യപ്പനും തമ്മിൽ സുഹൃത്തുക്കളാണ്, അതെന്തോ തന്നെ ആയിക്കോട്ടെ. അതിൽ ചിലപ്പോൾ വർഗീയത തുളുമ്പുന്നവരുണ്ടായിരിക്കും, വർഗീയ വിഷം തുപ്പുന്നത്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം. ഓരോരുത്തർക്കും ഇപ്പം ഹിന്ദു എന്ന് പറയുന്നവർക്കും പല 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 കാര്യങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. അതിനെയൊക്കെ ആ ഒരു സംഗമത്തെ മൊത്തത്തിൽ അതിൽ വന്ന ഭട്ടജനങ്ങളെ മുഴുവനും വർഗീയവാദികളാക്കുന്ന ചില മാധ്യമങ്ങൾ, അത് അവരാണ് വർഗീയ വിഷം തുപ്പുന്നത്. അത് അവിടെയാണ് മതവിദ്വേഷം, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾ. ഇന്നലെ ഞാൻ ഒരു മാധ്യമത്തിലെ ഡിബേറ്റിനകത്ത് കണ്ടതാണ് ശ്രീജ, വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള സംഗമമാണ് ഇന്നലെ അവിടെ നടന്നതെന്നുള്ള. അവിടെ വന്നത് വർഗീയ വിഷം തുപ്പുന്നവരാണ്, രാഷ്ട്രീയവൽക്കരിക്കുന്നവരാണ്, മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ ശ്രീജ, ലക്ഷക്കണക്കിന് ആൾക്കാർ വർഗീയ വിഷം തുപ്പുന്ന മതസ്പർദ്ധ, ഈ ഇത്രയും ഭക്തജനങ്ങൾ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ആ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ധർമ്മം എന്താണ്? അവർ ഇത് ഇത്തരത്തിലൂടെ പറയുമ്പോൾ ദശലക്ഷക്കണക്കിന് ആൾക്കാർ വന്നില്ലെങ്കിലും ലക്ഷക്കണക്കിന്, എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി പുറത്ത് ആൾക്കാർ, 2 ലക്ഷത്തോളം ആൾക്കാരെ, കേരള ജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലല്ലേ ഇന്നലെ ആ മാധ്യമം പറഞ്ഞത്. അതിന്റെ താഴത്തെ കമന്റുകളൊന്നും കേൾക്കണം. ഇവർ ഡിബേറ്റ് ഇടുമ്പോഴേ ഇപ്പൊ കമന്റുകൾ ഭയങ്കര മോശമായിട്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ മാധ്യമങ്ങൾ ഒരു PR വർക്ക് CPM നടത്തുന്നു എന്നുള്ളത്, CPM-ന്റെ ഇനി ഒരട്ടവും ഹിന്ദുമത വിശ്വാസികളുടെ നേരെ നടക്കില്ല എന്നുള്ളതിന്റെ ഒരു ഇത്. ഞാൻ മെനിങ്ങാന്നൊക്കെ ഞാൻ ചർച്ചയിൽ പറയുമായിരുന്നു, ഈ ഹിന്ദു വിശ്വാസികളൊക്കെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ, ഒന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഒന്ന് ഏകീകരിച്ചൊന്ന് കൂടിയിരുന്നെങ്കിൽ, SNDP ഇപ്പൊ വെള്ളാപ്പള്ളി ഉൾപ്പെടെ ഞാൻ പറയാണ്, SNDP ഉൾപ്പെടെയുള്ള NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണെങ്കിൽ അതിനു വേണ്ടി ഒന്ന് കൂടുക. ഒരു ജാതി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയമായിട്ട് വൽക്കരിച്ചു പോകുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ, ചില വിശ്വാസങ്ങളിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ കൈ കടത്തുന്നത്. അതിനെ അനുവദിക്കാതെ ഹിന്ദു മതവിശ്വാസികൾ ഒന്നു ചേർന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനം, ശബരിമല വിഷയത്തിൽ അന്ന് സുപ്രീം കോടതി എടുക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? അന്ന് കൃത്യമായി ഹൈക്കോടതി എന്ന, അതിനു മുമ്പ് 1990 ഹൈക്കോടതി എന്ന ഒരു ഭാഗം പറഞ്ഞതിനെതിരെയാണ്. അത് കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ പാളിച്ചകൾ വന്നതുകൊണ്ടാണ് സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള സംഗതികൾ നടന്നത്. ഒരു പക്ഷേ ഇനി അത് വീണ്ടും റീടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഹിന്ദുമത വിശ്വാസവും ആചാരവും സംസ്കാരത്തിന് എതിരായിട്ട് ഒരു കോടതി നിൽക്കത്തില്ല, പ്രത്യേകിച്ച് സുപ്രീം കോടതി. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ സംസ്കാരവും ആചാരവും തന്ത്രിയുടെ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എപ്പോഴും വിധി വരുന്നത്. അവിടെ പാളിച്ചകൾ വന്നതുകൊണ്ട് CPM എന്ന് പറയുന്ന സർക്കാർ കൊടുത്തിട്ടുള്ള ചില തന്ത്രങ്ങളുടെ ഫലമായിട്ടാണ് സുപ്രീം കോടതി വിധി അത്തരത്തിൽ വന്നത്. അപ്പൊ അതിനെ ഇനി കീഴ്മേൽ മറിച്ചുകൊണ്ട് ഇനി നാളെ ഒരു സമയത്ത് വന്നുകൂടായിക്കുന്നില്ല. സ്ത്രീ പ്രവേശനം ഒരു പക്ഷേ സാധ്യമല്ല, ഒരു ആചാര ലംഘനമാണ് എന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ RSS ഉൾപ്പെടെ അന്ന് പറഞ്ഞിട്ടും ഒരു പക്ഷേ സർക്കാർ അതിന് ഒരു പക്ഷേ അന്ന് നിന്നിരുന്നെങ്കിൽ ഇന്ന് പിണറായിക്ക് ഒരു ഷെയ്ക്കാൻ കൊടുത്ത ഇന്നലെ പന്തളത്ത് നടന്ന സംഗമത്തിലെ പ്രധാന വ്യക്തിയായിട്ട് പിണറായി ക്ഷണിച്ചേനെ. പക്ഷെ അന്ന് പിണറായി സർക്കാർ ചെയ്തത് എന്താണ്? ഹിന്ദുക്കളെ മൊത്തത്തിൽ വേട്ടയാടുന്ന തരത്തിൽ, ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ആണിയടിക്കുന്ന തരത്തിലാണ് അന്നത്തെ പ്രക്രിയകൾ ചെയ്തത്. പോലീസിനെ വിട്ട് കയറ്റിക്കുന്നു, അവിടെ കയറ്റിക്കുന്നു, തലേ മുണ്ടിട്ട് കയറ്റിക്കുന്നു. അന്ന് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് ഇവളുമാരൊക്കെ കയറിപ്പോയതെന്നാണ് പലരും പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു ഹിന്ദുവിനെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള രീതിയിൽ പോയത് കൊണ്ടാണ് ഇന്ന് പന്തളത്ത് നമ്മൾ കാണാൻ സാധിച്ചത്. കാരണം ഇനി ഇട്ട് ഞൊട്ടിയാൽ പല ആൾക്കാർ കാണും, പല രീതിയിൽ കാണും. പക്ഷെ ഒരു വിശ്വാസത്തിനെതിരെ വന്നാൽ, മതം വ്രണപ്പെടുത്തിയാൽ അവിടെ ജനം ഒത്തുകൂടും, ജനം എതിരായിട്ട് നിൽക്കും. അത് ഏത് രാഷ്ട്രീയം. അപ്പം മതവും രാഷ്ട്രീയമൊക്കെ, പ്രത്യേകിച്ച് മതം എന്ന് പറയുന്ന വല്ലാത്ത തീവ്രത എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയൊരു കലാപത്തിലേക്കായിരിക്കും പോകുന്നത്. ഒരു പക്ഷെ അന്നത്തെ ആ ഒരു അയ്യപ്പ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് അങ്ങനെയൊക്കെ പോയതുകൊണ്ട് അങ്ങനെയൊക്കെ മൂടപ്പെട്ടു. അല്ലെങ്കിൽ ഇന്നാള് അവർ അടിയന്തര പ്രമേയത്തിൽ മുത്തങ്ങയും മറ്റുള്ള സംഭവമൊക്കെ എടുത്തടിച്ച് പറഞ്ഞതുപോലെ വലിയൊരു കലാപഭൂമിയായിട്ട് ഗുജറാത്ത് കലാപത്തെ ഇട്ട് മോദിയെ ഇന്നും അവർ വ്രണപ്പെടുത്തുന്നുണ്ടല്ലോ, അതുപോലെ നാളെ പിണറായിയെ ഇട്ട് വ്രണപ്പെടുത്തുന്ന തരത്തിൽ വലിയൊരു കലാപഭൂമിയായിട്ട് അന്ന് കേരളം മാറിയേനെ 2018. അതൊന്നും നടക്കാതിരുന്ന ഒരു പക്ഷേ ഹിന്ദു എപ്പോഴും സനാതന ധർമ്മം എന്ന് പറയുന്ന നിരവധി വിശ്വാസങ്ങളെ, നിരവധി മതങ്ങളെയൊക്കെ അബ്സോർബ് ചെയ്യാൻ തക്ക മനസ്ഥിതിയുള്ള ഒരു വിഭാഗമായതുകൊണ്ടാണ് ഇന്ന് മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഒത്തൊരുമിച്ച് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു.
തീർച്ചയായിട്ടും എന്തായാലും ഈ അയ്യപ്പനോടുള്ള കളി അത്ര വേണ്ട. അത് അയ്യപ്പൻ ഭക്തരിലൂടെ അത് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അടുത്ത ദിവസം മറ്റു ചർച്ച ചെയ്യാൻ കാണാം. നമസ്കാരം.